ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൃഷ്ണേ, സിനി ചേച്ചി എങ്ങോട്ടേക്ക് ഇറങ്ങിയതാ? കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. സിനി ചേച്ചി എന്താ ഈ വഴിക്ക്? എന്നെ മാഡം പറഞ്ഞയച്ചതാ. കൃഷ്ണയോട് അത്യാവശ്യമായി അവിടേക്കൊന്ന് ചെല്ലാൻ പറഞ്ഞു. അതെന്തിനാ? അതെനിക്കറിയില്ല. സിനി ചേച്ചിക്ക് നന്നായിട്ട് അറിയാം. പറയാഞ്ഞിട്ടാ. അതീ മുഖത്തുണ്ടല്ലോ. എന്തെങ്കിലും കാര്യത്തിന് നവീന്റെ വീട്ടിലേക്ക് എന്നെ അയക്കാനാണെങ്കിൽ ഞാൻ വരുന്നില്ലെന്ന് മാഡത്തിനോട് ചേച്ചി ചെന്ന് പറഞ്ഞേക്ക്. വന്നേ പറ്റൂന്ന് മാഡം എന്നോട് പറഞ്ഞു. നവീനും ഗാഥയൊക്കെ അവിടെയുണ്ട്. അവരെവിടെ ഉള്ളപ്പോ ഇന്നെന്തിനെങ്ങനെ വിളിക്കുന്നേ? ഇനി അവരുടെ ജീവിതം അവർക്ക് തുടങ്ങാലോ. എന്തായാലും കൃഷ്ണ ഒന്ന് വരൂ, നമുക്കിപ്പൊ തന്നെ പോവാം. ദേ സിത്താര മാമോ. ഹലോ മാം. ആസിനി കണ്ടോ അവളെ? ഓ മാം, കൃഷ്ണ എന്റെ കൂടെയുണ്ട്. ഫോൺ അവൾക്ക് കൊടുക്ക്. ആ ശരി. ഹലോ. കാര്യം സിനി പറഞ്ഞില്ലേ? പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്കൂ. അത് മാഡം, എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും അത് ഇവിടെ വന്നിട്ടാവാം. സിനിയുടെ കൂടെ പെട്ടെന്ന് ഇങ്ങോട്ട് വരൂ. നമുക്ക് പോവാം. അടിമകൾക്ക് പ്രത്യേകിച്ച് ശബ്ദമൊന്നും പാടില്ലല്ലോ അല്ലേ? എപ്പ കൽപ്പിച്ചാലും അങ്ങോട്ട് ചെന്നല്ലേ പറ്റൂ. അയ്യോ, സാധനങ്ങൾ വാങ്ങിച്ച് എനിക്ക് വീട്ടിൽ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ കൂടെ വരാം. ഗോപാലമാമ, സിത്താരമ്മയുടെ അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണമോളെ വിളിച്ചോ? ഇല്ല, കാറുമായിട്ട് സിനി ചേച്ചിയെ വിട്ടിട്ടുണ്ട്. ഞാൻ ഈ വഴിയിൽ വെച്ച് കണ്ടതാ. സിനി ചേച്ചി റോഡിലുണ്ട്. ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. അമ്മ കാണണ്ടല്ലോ. എല്ലാം അവസാനിപ്പിച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞിട്ട് പിന്നെ എന്തിനാ തിരിച്ചെല്ലാം പറയുന്നേ? അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടാവുമല്ലോ. എന്ത് കുഴപ്പം? എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ഉണ്ടാവും. മോളെ ആഭരണങ്ങളൊക്കെ ഊരി കൊടുത്തിട്ടല്ലേ പോകുന്നത്? അതെ. അപ്പോ അതല്ല, നവീനും ഗാഥയും സിത്താര മാഡത്തിന്റെ വീട്ടിലുണ്ട്. ഇതിപ്പോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ മോളെ. സിനി ചേച്ചി വന്ന് സംസാരിച്ചതിന് പിറകെ സിത്താര മാഡം ഫോണിൽ സംസാരിച്ചു. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് അങ്ങോട്ട് എത്തണമെന്ന് മാത്രം പറഞ്ഞു. എന്തായാലും മോൾ അമ്മോടൊന്ന് പറഞ്ഞിട്ട് പോകാതിരുന്ന പ്രശ്ന. അവര് ചിലപ്പോ ഇങ്ങോട്ട് വരും. വന്നാ ചിലപ്പോ നമ്മൾ ഇതുവരെ പൂട്ടി വെച്ചതൊക്കെ തങ്കം അറിയും. അതോർത്ത് തന്നെയാ ഞാൻ പോവാന്ന് തീരുമാനിച്ചത്. പക്ഷേ ഇനിയൊരു വേഷം കിട്ടലിന് നിർബന്ധിച്ചാല് ഞാനത് ചെയ്യില്ല. എന്തിനും ചടങ്ങുകൾക്കോ അല്ലെങ്കിൽ കളരിക്കലേക്ക് നവീനൊപ്പം തിരിച്ചു പോകാനോ ആണ് സിത്താര മേഡം പറയുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് നിഷേധിക്കും. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ വേണ്ടേ? അവര് പറഞ്ഞ കാര്യം കഴിഞ്ഞു, അത്രയൊക്കെ മതി. പറയുമ്പോ കുറച്ച് ലക്ഷങ്ങളൊക്കെ തന്നിട്ടുണ്ട്, അത് മറക്കുന്നൊന്നുമില്ല. പക്ഷേ കോടികൾ എണ്ണിക്കൊടുത്താലും ഇതുപോലൊരു കാര്യം ഒരാളും ചെയ്യില്ല. സ്വന്തം മരണത്തെയല്ലേ തലയിലേറ്റി വാങ്ങിച്ച്. സുനന്ദേ, ഒന്ന് വായടക്കുന്നുണ്ടോ നീ? കൃഷ്ണമോൾക്കൊന്നും സംഭവിക്കില്ല.